എൻ്റെ പേര് കൃഷ്ണനാണ്. അത് പിന്നെ കലർന്നാണ് ആ സിനിമയിൽ ഞാൻ ആദ്യം പാടിയ പാട്ട് അയിലത്തെ പാട്ടാണ്. പിന്നെ ബാക്കി അദ്ദേഹത്തെ എല്ലാവർക്കും പരിചയമുണ്ടല്ലോ. സംവിധാനം ചെയ്തത് അയാളാണ്. ഒരുപാട് തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയ ഒരു വ്യക്തിയാണ്. ആ കാലഘട്ടത്തിൽ അതേപോലെ തെയ്യത്തിൻ്റെ തോറ്റങ്ങൾ, നാടൻ പാട്ടുകൾ, ഇത് വയലിൽ പണിയെടുക്കുകയും പാട്ടുകൾ പാടുകയും അതേപോലെ കലാമേഖലയിൽ പ്രവർത്തിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ഒരുപാട് വർഷം തെയ്യം കെട്ടിയാടിയ വ്യക്തി. പിന്നെ കാലക്രമത്തിൽ തെയ്യം ആടുന്നത് നിർത്തുകയും പിന്നെ എപ്പോഴും നിരന്തരം പാട്ട് പ്രാക്ടീസ് ചെയ്യുക, ആർട്ട് പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തി കൂടിയാണ് ചെയ്യുന്നത്. എപ്പോഴും പാട്ട് വീട്ടിൽ നിന്ന് ചണ്ടയും ഇതുപോലെ തുടിയും നല്ല ഉപകരണങ്ങളൊക്കെ നിരന്തരമായിട്ട് ഉപയോഗിച്ചിട്ട് നമ്മളെ അനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ പ്രാക്ടീസാണ് ശരിക്കും. നിരന്തരമായിട്ട് നമ്മൾ എന്തായാലും നിരന്തരമായിട്ട് കവിതയായാലും പാട്ടായാലും എഴുത്തായാലും നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയായിരിക്കും, നമ്മൾ ബ്രൂസ്ലി പറഞ്ഞ പോലെ നിരന്തരം ഒരു സാധനത്തിന് അടിച്ചുകൊണ്ട് നിന്ന് പൊട്ടും, നമ്മൾ ലക്ഷ്യസ്ഥാനത്തെത്തും. അത് നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെയാണ് ഇദ്ദേഹം കുറേ പാട്ടുകൾ ഉണ്ടാക്കുന്നത്. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ പാട്ടാണ്. അപ്പോൾ മാവലത്തുടുവിൽ ഇതിൻ്റെ കുറേ പാട്ടുകൾ ഇപ്പോൾ ഇല്ല. അതിൽ കൃഷ്ണാട്ടനെ പോലെയുള്ള കുറേ പാട്ടുകൾ അറിയുന്ന വ്യക്തികൾ തന്നെ അപൂർവമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ പാട്ടുകൾ നിങ്ങൾ വളരുന്ന തലമുറ കൂടി പരിചയപ്പെടുത്തണം എന്നുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹത്തിനിടെ വിളിച്ചത്. പിന്നെ ഒരു വ്യക്തി കൂടെ വരണ്ടായിരുന്നു, പക്ഷെ അദ്ദേഹം എത്തിയില്ല. എന്നാലും നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഇത് കേൾക്കാനും ആസ്വദിക്കാനും പറ്റിയല്ലോ എന്നുള്ളത് വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. നമ്മോറുക പോയും പാവ വളവടക്കായേ പാവ ലേലേലേല അക്കാനട്ടി പൊടിയിലേം പാവ എന്നിന് കൊണ്ട് പോലേം പാവ ലേലേലേല കണക്കെട്ട് ദൂല കൊണ്ട് നേരിട്ട് നിന്ന് വാറും ബാബ ലേലേലേല അക്കാനച്ചി പൊടിയിലേം ബാബ എന്നിന് കൊണ്ട് പോലേം ബാബ ലേലേലേല അക്കന തെളി ചൊല്ലൽ തെളി എണ്ണ തെളി പാലിട്ട് പഞ്ചാര പാവാലേലേല മനസ്സുണ്ടോട്ട കൊമ്പ് കണക്കിട്ട് ദൂല കൊണ്ട് നേരിട്ട് നേത് വാറും പാവ ലേലേലേല അക്കന താര തോറും വെളി താര എണ്ണ താര അവള് മൂടിലെന്തോം പാവ ലേലേലേല പാവക്ക് പൊട്ടോണ ബാളെകൂളും ഒക്കെ പഞ്ചിത്തവും പാവ ലേലേലേല അക്കന തെളി ചൊല്ലൽ തെളി എണ്ണ തെളി പാലിട്ട് പഞ്ചാര പാവ ലേലേലേല പാവക്ക് പൊട്ടോണ ബാളെകൂളും ഒക്കെ പഞ്ചിത്തവും പാവ ലേലേലേല അക്കാനച്ചി പൊടിയിലേം പാവ എന്നിന് കൊണ്ട് പോലേം പാവ ലേലേലേല എന്നിട്ട് മനസ്സുണ്ടോട്ട കുമ്പ് കണക്കിട്ട് ദൂല കൊണ്ട് നേരിട്ട് നിന്ന് വാറും പാവ ലേലേലേല ഏട്ടു അനിയത്തിയാണ്. അപ്പോൾ എന്നെ കൊണ്ടുപോകണം. ഹലോ, അപ്പോൾ ഈ പറയുന്ന ഏട്ടിനെ വിട്ട എന്നാണ് പറയുന്നത് അനിയത്തി. അപ്പോൾ അത് ഈ കുറ്റം പറഞ്ഞ എന്നാണ് അതിൻ്റെ സംഭവം.
അപ്പോൾ താണാറിനെ കുറിച്ചിട്ടല്ല മുടിയെ കുറിച്ചിട്ടല്ലാണ് പറയുന്നത്. അതാണ് സംഭവം. പാടുമ്പോൾ ഏറ്റു പാടണം. ഓക്കെ, റെഡിയല്ലേ? എന്തൊരു ഉഷാറില്ലാതെ, ഒരു ഉഷാറിന് പറ. പോരാ, ഞാനൊരു കാര്യം ചെയ്യാം. ഞാൻ 1 എന്ന് പറയുമ്പോൾ അതിൻ്റെ കാട്ടി ഒച്ചത്തിൽ നിങ്ങൾ 2 എന്ന് പറയണം. റെഡിയല്ലേ? 1 3 ആ ഒച്ചത്തിൽ ഞാൻ പാടുമ്പോൾ നിങ്ങൾ പാടും. ഓക്കെ, റെഡി? കാതില വേണോ കുഞ്ഞാത്തോലേ, കാതില വേണോ കുഞ്ഞാത്തോലേ, എനക്കെന്തിനെ നിങ്ങളെ അമ്മരെ കാത് കിടക്കണ കാതില, നിങ്ങളെ അമ്മരെ കാത് കിടക്കണ കാതില, എനക്കെന്തിനെ നിങ്ങളെ അമ്മരെ കാത് കിടക്കണ കാതില, നിങ്ങളെ അമ്മരെ കാത് കിടക്കണ കാതില, മൂക്കുത്തി വേണോ കുഞ്ഞാത്തോലേ, മൂക്കുത്തി വേണോ കുഞ്ഞാത്തോലേ, എനക്കെന്തിനെ നിങ്ങളെ പെങ്ങളെ മൂക്ക് കിടക്കണ മൂക്കുത്തി, എനക്കെന്തിനെ നിങ്ങളെ പെങ്ങളെ മൂക്ക് കിടക്കണ മൂക്കുത്തി, എനക്കെന്തിനെ നിങ്ങളെ പെങ്ങളെ മൂക്ക് കിടക്കണ മൂക്കുത്തി, കാതില വേണോ കുഞ്ഞാത്തോലേ, എനക്കെന്തിനെ നിങ്ങളെ അമ്മരെ കാത് കിടക്കണ കാതില, മൂക്കുത്തി വേണോ കുഞ്ഞാത്തോലേ, എനക്കെന്തിനെ നിങ്ങളെ പെങ്ങളെ മൂക്ക് കിടക്കണ മൂക്കുത്തി. പാട്ടിന് പ്രത്യേകതയുണ്ട്, അറിയോ? ഇത് നമുക്കില്ല, ഇഷ്ടംപോലെ നീട്ടിക്കൊണ്ടുപോകാം. ഇത് മൂക്കുത്തി വേണോ ഇപ്പം ചോദിച്ചു, കാതിലും ചോദിച്ചു, മൂക്കുത്തിയും ചോദിച്ചു. കൈവള വേണോ വയ്ക്കാം, കാൽവള വേണോ വയ്ക്കാം, അരഞ്ഞാണം വേണോ വയ്ക്കാം. അതിന് ഓരോരാളെ പേര് മാത്രം ഇട്ടാൽ മതി. നമ്മൾ ആ പാട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും, നമുക്ക് എത്ര വേണമെങ്കിലും പാടാം. നിങ്ങൾ സ്കൂളിലെല്ലാം പഠിക്കുമ്പോൾ പിന്നെ പാഠം പഠിക്കല്ലേ? അപ്പോൾ നമ്മൾ പിന്നെ എങ്ങനെ ഞാനെല്ലാം പഠിച്ചെങ്ങനെ അറിയോ? ഈ വെള്ളിയിൽ നിന്നും ചമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, അങ്ങനെ നിങ്ങൾ പഠിക്കൽ? ആ പാട്ട് എങ്ങനെയാണ് പഠിക്കൽ? അതെയോ? ഈ വെള്ളിയിൽ നിന്നും ചമ്മേ പൂക്കൾ എന്നുള്ള പാട്ടറിയില്ലേ? അതെങ്ങനെയാണ് പഠിക്കൽ? അത് ഞാനും അനിലും ഒന്നിച്ച് പഠിച്ചത്. അപ്പോൾ ഞങ്ങൾ പഠിച്ചെങ്ങനെയാണ്? ഈ വെള്ളിയിൽ നിന്നും ചമ്മേ പൂക്കൾ ഇങ്ങനെ മാഷ എഴുതിയിരിക്കും. നമുക്കില്ലേ പാട്ട് പഠിക്കാനൊരു സൂത്രമുണ്ട്, അറിയോ? പാട്ട് പഠിക്കാൻ അതിന് സംഗീതം നൽകി കഴിഞ്ഞാലുണ്ടല്ലോ പാട്ട് നമുക്ക് ലളിതമായിട്ട് പഠിക്കാം. എങ്ങനെ? ഈ വല്ലിയിൽ നിന്നും ചെമ്മേ പൂക്കൾ പോകുന്നിതാ പറന്നമ്മേ, തെറ്റി നിനക്കുണ്ണി ചൊല്ലാ നൽപൂമ്പാറ്റകളല്ലേ ഇതെല്ലാം. അങ്ങനെ പഠിക്കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പഠിക്കാൻ ബൈഹാത്താക്കാൻ ഭയങ്കര സുഖമായിരിക്കും. അതേപോലെ തന്നെ ഇടശ്ശേരിയുടെ പിന്നെ നിങ്ങൾ കേട്ടില്ലേ, ആറ്റിൻ പക്കത്തെ മാളിക വീട്ടിൽ ആറ്റുനൂറ്റിൽ ഉണ്ണി പിറന്നു, ഒരു പാട്ട് കേട്ടില്ലേ? അത് ഞാനൊരു നാടകം ചെയ്തിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ട്. ആ നാടകത്തിൽ ഇങ്ങനെയായിരുന്നു അവർ പാടിയിട്ടത്. കേട്ടിട്ടില്ലേ തുടികൊട്ടും ചില നോട്ട് ചില്ലമ്മിൻ കലമ്പലകൾ, അയ്യയ്യ വരെ വമ്പിളി പൂങ്കിലും വെയിലണിഞ്ഞ കരിമ്പൂതം. നമ്മൾ നാടൻ ചെയ്യുമ്പോൾ ഞാൻ സംഗീതാക്കുമ്പോൾ കുറച്ച് മാറ്റം വരും. കേട്ടിട്ടില്ലേ തുടികൊട്ടും ചില തൊട്ടു ചിലമ്പിൻ കലമ്പലകൾ, അയ്യയ്യ വരവമ്പിളി പൂക്കുല വെയിലണിഞ്ഞ കരിമ്പൂതം, കാതിൽ പിച്ചളത്തോട കടുപ്പിൽ കലവിലെ പാടും പണ്ടങ്ങൾ, അരുവിലും കളി ചായക്കിരീടും വെയിലണിഞ്ഞ കരിമ്പൂതം, അയ്യയ്യ വരവം വിളി പൂങ്കുല വെയിലണിഞ്ഞ കരിമ്പൂതം.
നിങ്ങളുടെ വീടുകളിലേക്ക് വിടും. നിങ്ങൾ 4 വീടാക്കി. കുട്ടികൾക്കുള്ള അവധിക്കാല വായനാ പരിപോഷണ പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ കൂടിയിരിക്കുന്നത്. ഏകദേശം നമ്മളൊരു 7 കൂടിച്ചേരലുകൾ നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒട്ടനവധി പരിപാടികൾ നമ്മൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്.